യിലൂടെ അങ്ങനെ കടന്നു ചെന്ന് ഇന്നിടത്തൂടെ പോയി മറ്റേടത്തൂടെ ചെന്ന് നടുഭാഗത്ത് ചെല്ലുന്ന കഥ വരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അർജുനൻ ഇതിങ്ങനെ മൂളി കേട്ടുകൊണ്ടിരുന്നു. പക്ഷെ കുറച്ചു കഴിഞ്ഞ് കൃഷ്ണൻ നോക്കുമ്പോൾ അർജുനൻ ഉറങ്ങുന്നു. പക്ഷെ ആരും മൂളി കേൾക്കുന്നുമുണ്ട്. പക്ഷേ ഭഗവാൻ ആരാ മോൻ അകത്ത് ചെല്ലുന്നിടത്ത് വരെ ചെന്ന് കഥ അവിടെ നിർത്തിയപ്പോൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ശബ്ദം സുഭദ്രയുടെ ഗർഭത്തിൽ നിന്നാണെന്ന് ഭഗവാൻ മനസ്സിലാക്കി. കഥ അവിടെ നിന്ന് നിർത്തി. ഭഗവാൻ എല്ലാത്തിലും ദൂരക്കാഴ്ചയുള്ളവനാണ്, ദീർഘദൃഷ്ടിയുള്ളവനാണ്. ആ പുത്രനാണ് അഭിമന്യു. അഭിമന്യുവാണ് ചക്രവ്യൂഹം ഭേദിച്ച് അതിനകത്ത് വെച്ച് മരണപ്പെട്ടതും. അഭിമന്യുവിന്റെ പുത്രനാണ് പരീക്ഷിത്ത്. ശുഖബ്രഹ്മർഷിയോട് ഭാഗവത കഥകൾ കേൾക്കാനിരിക്കുന്ന പരീക്ഷത്തിനാണ് ഭാഗവതം ഇങ്ങനെ ഉപദേശിച്ച് 1.5 ദിവസമായി നരസിംഹാവതാരം വരെ പറഞ്ഞു കൊടുത്തു. പരീക്ഷത്തിന്റെ 1.5 ദിവസവും നമ്മുടെ 1.5 ദിവസവും ആയുസ് നഷ്ടപ്പെട്ടു. അത് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന അതങ്ങ് പള്ളി പറഞ്ഞാൽ മതി.